സംസ്ഥാനത്തെ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമാണ്. അതിന് മുഖാന്തരം എന്ന് പറയുന്നത് വളരെ സമയോചിതമായിരിക്കും. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ജൂൺ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. വളരെ പൊടുന്നനെയാണ് അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നത്. എല്ലാ പാർട്ടികളും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിനുശേഷം 2026 മാർച്ച് ഏപ്രിൽ മാസത്തിനടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കുറിച്ചും കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു പ്രഖ്യാപനം വന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആരും മാനസികമായി ഇത് നേരിടാനായി ഒരുക്കം നടത്തിയിരുന്നില്ല. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളും സജീവമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഒരു രസകരമായ സംഗതി, 2 മുന്നണികൾ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും മൂന്നാമത്തെ മുന്നണിയായ കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ഉൾപ്പെടുന്ന NDA എന്ന മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുതരം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അതിന് കേരളത്തിൻ്റെ BJPയുടെ അധ്യക്ഷനായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ന്യായം, ഇത് ഒരു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്, യാതൊരു ആവശ്യവും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിരുന്നില്ല, ഇപ്പോഴത്തെ നിയമസഭയ്ക്ക് ഇനി ഏതാണ്ട് 10 മാസത്തെ കാലാവധിയേ ഉള്ളൂ, 10 മാസത്തേക്ക് ഒരു നിയമസഭാ സാമാജികനെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അതുകൊണ്ട് ഇത് ഗൗരവമായി എടുക്കുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഞങ്ങൾ എടുക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ് ഒക്ടോബർ നവംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ചെറുതായാലും വലുതായാലും, കുറഞ്ഞ കാലഘട്ടത്തിലേക്കല്ല കൂടിയ കാലഘട്ടത്തിലേക്കായാലും അതിൽ സജീവമായി പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയില്ല എന്ന് വരുന്നത് ഒരു നാണക്കേടാണ്. അതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതൃത്വവും അംഗീകരിക്കുന്നതല്ല. ന്യായങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും തോൽവിയും വിജയവും എന്നൊക്കെ പറയുന്ന ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഭയന്ന് മാളത്തിൽ ഒളിക്കുക എന്ന് പറയുന്നത് ഭീരുത്വമാണ്. അത് BJPക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമ്പ്രദായമാണ്, അല്ലെങ്കിൽ ഒരു സമീപനമാണ് എന്ന് ആരും സമ്മതിക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ട് അവരാകെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. ഒരു ഭാഗത്ത് പറയുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായിട്ട് ഗണിക്കേണ്ടതില്ല, കാരണം എല്ലാവർക്കും അറിയാം അവിടെ എത്ര ശ്രമിച്ചാലും BJPക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ അവർ പിന്മാറുന്നു എന്ന് പറഞ്ഞത് നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ ജയത്തേക്കാൾ ഉപരിയായി, പരാജയത്തേക്കാൾ ഉപരിയായി തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കുക, പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് ഇപ്പോഴും BJPക്ക് സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല. നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന അവസാന നിമിഷം വരെയും സ്ഥാനാർത്ഥികൾ രംഗത്ത് വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. പേരിനെങ്കിലും ഒരു മത്സരം അവർ അവിടെ കാഴ്ചവെക്കും. അവരുടെ വോട്ടിൻ്റെ ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അല്പമെങ്കിലും വർദ്ധിപ്പിക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കും. അവരെ സംബന്ധിച്ച് സാമ്പത്തികത്തിന് യാതൊരു കുറവുമില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ അണികളുണ്ട്. ഇപ്പോൾ ഒടുവിലൊക്കെ കേൾക്കുന്ന വാർത്തയനുസരിച്ച് RSS ഒക്കെ ഇപ്പോൾ സജീവമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പൊതുസമൂഹം കരുതുന്നത്. എന്നാൽ അതിനിടയ്ക്ക് BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടുകൂടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു.
എന്നതിൻ്റെ ചില സൂചനകൾ കേട്ടിരിക്കുന്നു. ചില സ്ഥാനാർത്ഥികളെ പോലും അവർ പറയാതെ പറഞ്ഞിരിക്കുന്നു. ഒടുവിൽ കേൾക്കുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPയുടെ മുൻ പ്രസിഡന്റായ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ അവിടെ എവിടെയായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉള്ളതായി വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഒരു സ്ഥാനാർത്ഥിയായി ഏതാണ്ട് ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് നമ്മുടെ PC ജോർജിന്റെ മകൻ ശ്രീമാൻ ഷോൺ ജോർജ്. അദ്ദേഹത്തെ പൂഞ്ഞാറിൽ നിർത്താതെ കുറെ കൂടെ ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തുന്നതിനാണ് BJP നേതൃത്വം ആലോചിക്കുന്നത് എന്നാണ് കിട്ടുന്ന വാർത്തകൾ. കാരണം BJPക്ക് ഷോൺ ജോർജിലുള്ള വിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല ശ്രീമാൻ PC ജോർജിന് പല കാരണങ്ങളാൽ ഇനിയും സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കാൻ എത്രമാത്രം കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, മറ്റേ പല ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായി അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ രംഗത്ത് കൊണ്ടുവരേണ്ടത് BJPയുടെയും കൂടെ ആവശ്യമാണ്. മാത്രമല്ല വളരെ പക്വതയോടുകൂടെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു യുവ നേതാവായി ഇതിനോടകം തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ തക്കതായിട്ടുള്ള ഒരു മണ്ഡലം കണ്ടെത്തി കൊടുക്കേണ്ടത് BJPയുടെ ആവശ്യമായി മാറിയിരിക്കുന്നു. വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. എന്തായാലും BJP വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് വരുന്ന 2 തെരഞ്ഞെടുപ്പുകളും കാണുന്നത്. അവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വളരെ ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അവർ RSSനെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷ ഈ കേരളത്തിലെ 2 കോർപ്പറേഷനുകളെങ്കിലും തൃശ്ശൂര്, തിരുവനന്തപുരം പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. തൃശ്ശൂർ അവർക്കുള്ള മേൽക്കൈപ്പിക്ക് കാരണം അവർ അവകാശപ്പെടുന്നത് അവിടുത്തെ MP ആയ ശ്രീമാൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. തിരുവനന്തപുരത്തെ പ്രതീക്ഷയ്ക്ക് കാരണം അവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2ാം കക്ഷിയാണ്. പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിയാണ് BJP. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് 2 കോർപ്പറേഷനുകൾ ഭരണത്തിലെത്തണം എന്ന വാശിയോടുകൂടി അവർ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില കോർപ്പറേഷനുകളിൽ അവർ 2ാം സ്ഥാനത്ത് എങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്നു. കുറെ മുനിസിപ്പാലിറ്റികളിൽ അവർ ഭരണത്തിലെത്താൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമ, താലൂക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ അവർ ആരംഭിച്ചു. സാമ്പത്തികമായി ആ പാർട്ടി ഭദ്രമാണ്. RSS കൂടെ രംഗത്ത് വരുമ്പോൾ അവർ ഗ്രാമാന്തരങ്ങളിൽ അലയുണ്ടാക്കും. അവരുടെ പ്രവർത്തനം കുറെ കൂടെ സജീവമാക്കും. അതുകൊണ്ട് 2-3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ മുൻകൂർ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുന്നണിയിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFിലും ഒക്കെ ചില അങ്കലാപ്പുകൾ സൃഷ്ടിക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതുപോലെയുള്ള ചില പൊടിക്കൈകൾ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് കെ സുരേന്ദ്രനെയും ആലപ്പുഴ ശ്രീമതി ശോഭാ സുരേന്ദ്രനെയും അതുപോലെ കോട്ടയം ജില്ലയിൽ തക്ക ഒരു സീറ്റിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെയും ഒക്കെ അവർ ഇപ്പോൾ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള പല സ്ഥാനാർത്ഥികളും ഇനിയും രംഗത്ത് വന്നു എന്ന് വരാം. അവർ ചെറുപ്പക്കാരെയൊക്കെ അവർ ഓരോ സ്ഥലങ്ങളിലെ പ്രാധാന്യമെടുത്ത് ഇപ്പോൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രാഷ്ട്രീയ മത്സരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനൽസായും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു ഫൈനൽ മത്സരമായും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ LDF UDFിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ സജീവമാകുന്നത് ജൂൺ മാസം 17-ാം തീയതി നടക്കുന്ന
നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. അതിലുണ്ടാകുന്ന വിജയം രണ്ട് മുന്നണിയെയും സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ചില സൂചകങ്ങൾ കൂടിയായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാം വളരെയേറെ കൗതുകത്തോടും ജിജ്ഞാസയോടും കൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം, മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത്.